ഗസയിൽ കുട്ടികളോടുള്ള ഇസ്രായേൽ സേനയുടെ ക്രൂരതയുടെ നിരവധി തെളിവുകൾ ഇതിനോടകം ലോകം കണ്ടതാണ്. ഇപ്പോഴിതാ പുതിയൊരു സംഭവം കൂടി പുറത്തു വന്നിരിക്കുന്നു. വെറും 4 വയസ്സുള്ള ഫലസ്തീനി ബാലനെ ഇസ്രായേൽ സേന നായയെ അഴിച്ചുവിട്ട് കടിപ്പിച്ചു. ഇബ്രാഹിം ഹഷാഷ് എന്ന കുഞ്ഞിന് നേർക്കാണ് അക്രമകാരിയായ സൈനിക നായയെ അഴിച്ചുവിട്ടത്. കുട്ടിയുടെ വസ്ത്രങ്ങൾ കടിച്ചുകീറിയ നായ 3 മിനിറ്റോളം കുട്ടിയെ ആക്രമിച്ചു. ആക്രമണത്തിൽ ഇബ്രാഹിമിന് ആന്തരികവും ബാഹ്യവുമായി ഗുരുതര പരിക്കുകളേറ്റു. ഫെബ്രുവരി 4 ഞായറാഴ്ചയായിരുന്നു സംഭവം. വടക്കൻ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നബലസിനടുത്തുള്ള ഹഷാഷ് ഫാമിലി അപ്പാർട്ട്മെന്റിലേക്ക് ഇസ്രായേൽ സൈനികർ പാഞ്ഞു കയറുകയായിരുന്നു. മനുഷ്യത്വരഹിതമായ ആക്രമണത്തിന് പേരുകേട്ട ഇസ്രായേൽ സൈന്യം അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും നിരവധി ഫലസ്തീനികളെ അറസ്റ്റ് ചെയ്ത് മടങ്ങിയവയായിരുന്നു ഇബ്രാഹിമിന്റെ കുടുംബത്തിന് നേരെ നടന്ന ആക്രമണമെന്ന് ഡിഫൻസ് ഫോർ ചിൽഡ്രൻ ഇന്റർനാഷണൽ ഫലസ്തീൻ എന്ന മനുഷ്യാവകാശ സംഘടന അറിയിച്ചു. സേന അപ്പാർട്ട്മെന്റിൽ കയറിയ ഉടൻ തന്നെ നായയെ ഇബ്രാഹിമിന്റെ അടുത്തേക്ക് അഴിച്ചുവിടുകയും ആക്രമിക്കുകയുമായിരുന്നു. കുട്ടിയുടെ ശരീരത്തിന്റെ പകുതിയോളം ഭാഗം ആക്രമിച്ച നായയെ കെട്ടിടം കുലുങ്ങുമാർ ഉച്ചത്തിൽ അവൻ നിലവിളിച്ചിട്ടും തിരിച്ചു വിളിക്കാൻ അധിനിവേശ സേന തയ്യാറായില്ല. ഒടുവിൽ 3 മിനിറ്റോളം ആക്രമിച്ച ശേഷമാണ് നായയെ സൈന്യം തിരിച്ചു വിളിച്ചത്. ഇബ്രാഹിമിനെ നായ കടിക്കുമ്പോൾ അവൻ നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നത് കണ്ട് സൈന്യം രസിക്കുകയായിരുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു, കുട്ടിയുടെ മാതാവ് പറഞ്ഞു. ആക്രമണശേഷം ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആംബുലൻസിൽ നബലസിലെ റാഫിദി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നിലവിൽ അവിടെ ചികിത്സയിലാണ് ഇബ്രാഹിം. ഫലസ്തീൻ കുട്ടികളുടെ ജീവിതത്തോടും സുരക്ഷയോടും ഇസ്രായേൽ സൈന്യം കടുത്ത അവഗണനയും അവഹേളനവുമാണ് കാണിക്കുന്നതെന്ന് DCIPയിലെ അക്കൗണ്ടബിലിറ്റി പ്രോഗ്രാം ഡയറക്ടർ ഐദ് അബു ഇഖ്തൈഷ് പറഞ്ഞു. ഇസ്രായേൽ സൈന്യ ഫലസ്തീനി കുട്ടികളെ വ്യാപകമായി ലക്ഷ്യമിടുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇബ്രാഹിമിന്റെ പരിക്കുകൾ പരിഹരിക്കാൻ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാക്കേണ്ടി വരുമെന്ന് മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. തിങ്കളാഴ്ച വെടിവെച്ചു കൊന്ന ഫലസ്തീൻ ബാലന്റെ മൃതദേഹം ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയിരുന്നു. വദീ ഷാദി സാദിൽയാൻ എന്ന 14-കാരൻ്റെ മൃതദേഹമാണ് ഇസ്രായേൽ സേന തട്ടിക്കൊണ്ടുപോയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 കിഴക്കൻ ജെറുസലേമിലെ കുടിയേറ്റ കേന്ദ്രമായ മആലെ അദുമിയിലാണ് സംഭവം. ഇസ്രായേൽ സേന വദീനെ പിന്തുടർന്ന് വെടിവെക്കുകയായിരുന്നു. ആദ്യം വെടിയേറ്റപ്പോൾ 5 മീറ്ററോളം പരിക്കുകളോടെ ഓടിയ വദീനെ പിന്തുടർന്ന് തുരുതുരാ വെടിവെക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹം തട്ടിക്കൊണ്ടുപോയി. നേരത്തെ ഇസ്രായേൽ അധിനിവേശ സേനയുടെ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ഗസയിലെ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് നേരെയും ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിട്ടിരുന്നു. ഗസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലായിരുന്നു ക്രൂരത. ആശുപത്രിയിൽ നടത്തിയ റെയ്ഡിനിടെ ഇസ്രായേൽ സേന ബുൾഡോസറുകൾ ഉപയോഗിക്കുകയും ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിടുകയും ചെയ്തുവെന്ന് പറഞ്ഞ ഗസ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ അഭയം തേടിയ സിവിലിയന്മാരെയും ആരോഗ്യ പ്രവർത്തകരെയും നഗ്നരാക്കി ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിടുകയും ആക്രമണകാരികളായ നായ്ക്കളെ അവരുടെ നേർക്ക് അഴിച്ചുവിടുകയും ചെയ്തു. ആശുപത്രിയുടെ മുറ്റത്ത് ബുൾഡോസർ ഉപയോഗിച്ച് കുഴിച്ച മറ്റൊരു വലിയ കുഴിയിലേക്ക് അവർ കൊന്ന 12 പേരുടെ മൃതദേഹങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു. ആശുപത്രിയുടെ ഓക്സിജൻ യൂണിറ്റും വാട്ടർ ടാങ്കും സെൻട്രൽ ആർക്കൈവും ഫാർമസിയും സേന തകർത്തുവെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഒക്ടോബർ 7 മുതലുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 27,840 ഇതിൽ 12,150 പേരും കുഞ്ഞുങ്ങളാണ്. പരിക്കേറ്റവരുടെ എണ്ണം 67,317 ഇതിൽ 8,663 പേരും കുട്ടികളാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 388 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 102 പേരും കുട്ടികളാണ്. 4,450 പേർക്കാണ് ഇവിടെ പരിക്കേറ്റത്.